ഇവിടെ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഈ തമിഴ് ജനതയ്ക്ക് ഒരു വീണ്ടു വിചാരമില്ലാതെ ആയിപ്പോയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. കാരണം ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കാലങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും താഴെത്തട്ടം മുതൽ ഒരു അവരെ സംഘടന ഡെവലപ്പാക്കി കൊണ്ടുവന്ന് ഓരോ കമ്മിറ്റികൾ, വാർഡ് തലത്തിൽ കമ്മിറ്റികൾ, അതുപോലെ മണ്ഡലം മുതൽ ബ്ലോക്ക് മുതൽ അങ്ങനെ കയറി വരും ഓരോ രീതിയിൽ. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. അതിന് കുറേ വർഷങ്ങളൊക്കെ വേണ്ടി വരും പ്രവർത്തനത്തിൽ. ചില പാർട്ടികൾ പെട്ടെന്ന് കയറി വരാറുമുണ്ട്. എന്നാലും അവർ വർഷങ്ങൾക്ക് ഇപ്പോൾ ആം ആദ്മിയൊക്കെ അങ്ങനെ കയറി വന്നതാണ്. പക്ഷേ ഈ ആം ആദ്മിയുടെ നേതാവ് കേജ്രിവാൾ വർഷങ്ങളോളം 10-20 വർഷത്തോളം ആ ചേരികളിലും അതുപോലെ പല ഗ്രാമങ്ങളിലും പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കയറി വരുന്നത്. ഇവിടെ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, MGR ഒക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ MGR ഒക്കെ ഒരുപാട് കാലഘട്ടം കരുണാനിധിയും ഒക്കെ ആയിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്ന് വീണ്ടും ആ രാഷ്ട്രീയ പാർട്ടി പിളർന്ന് വേറൊരു പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹമൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കൊക്കെ വരുന്നത്. ഇത് വിജയ് എന്ന് പറയുന്ന ഒരു അധികം പ്രായമില്ലാത്ത ഒരാൾ, രാഷ്ട്രീയ പാരമ്പര്യമില്ല, എന്നിട്ട് പെട്ടെന്ന് കയറി വന്ന് ആളുകളുടെ ഇടയിൽ ഒരു സിനിമാ താരത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാക്കിയിട്ട് അവിടെ വോട്ട് ചോദിച്ചപ്പോൾ ആളുകളൊക്കെ എല്ലാവരും കൂടി ഒറ്റയടിക്ക് അയാളുടെ എല്ലാ ആളുകളെയും ജയിപ്പിക്കുക, ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ അവർ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കെട്ടുറപ്പുണ്ടോ വിജയ്ക്ക് പോലും അറിയില്ല എന്ന് തോന്നുന്നു. എല്ലാ MLA-മാരെയും അവിടെ നിൽക്കുന്ന MLA-മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന നിയമസഭയിലേക്ക് ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെപ്പോലും ഈ വിജയ് എന്ന് പറയുന്ന ആൾക്ക് നേതാവിനറിയില്ല ആരൊക്കെയാണ്. താഴെത്തട്ടത്തിൽ ഇവരുടെ കമ്മിറ്റികൾ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി ഇതിനു മുമ്പ് വല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്, അതായത് രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് വല്ലതും കാണിച്ചു തന്നിട്ടുണ്ടോ ജനങ്ങളെ? എന്നിട്ട് ഒരു ചിന്തയില്ലാതെ ജനങ്ങളിങ്ങനെ അവരുടെ ജീവിതം ഇയാളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുകയാണ്, അത്ഭുതപ്പെടുകയാണ്. കാരണം DMK എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ വലിയ അഴിമതിയൊന്നും നടത്താതെ വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങൾക്ക് ക്ഷേമങ്ങളോടുകൂടി തന്നെ പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെയൊക്കെ തള്ളിയിട്ട് ഒന്നും ഒരു പ്രവർത്തനവും ചെയ്ത് കാണിച്ചു കൊടുക്കാത്ത, അത് മാത്രമല്ല ഇതുപോലത്തെ ഇവരുടെ ഒരു സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ വിജയിനെ കാണാൻ വേണ്ടി ആളുകൾ നിന്ന് അവിടെ കുറേ ആളുകൾ മരണപ്പെട്ടു. അതിനൊരു പ്രതിവിധി പോലും ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ഈ തമിഴ് ജനത ഒന്നുമല്ലാത്ത ഒരുത്തിന് വോട്ട് ചെയ്ത് കൊടുത്തല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. എന്ത് കണ്ടിട്ടാണ് വിജയിനെയൊക്കെ ഏൽപ്പിച്ചത്? കാരണം DMKയുടെ സ്റ്റാലിൻ നല്ല രീതിയിലൂടെ ഭരണം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഭരണത്തോട് ജനങ്ങളെ എതിർപ്പ് കാണിച്ചു. കാരണമുണ്ട്, പല കാര്യങ്ങളിലും അവരെ ദൂർത്തടിയും അതുപോലെ ടാക്സ് വർധനവ്, അതുപോലെ പല പല രംഗങ്ങളിലും പല വകുപ്പുകളിലും ഉണ്ടായിട്ടുള്ള അഴിമതികളും പല കാര്യങ്ങളുമുണ്ട്, അമ്പലക്കൊള്ള, അതുപോലെ പല പ്രശ്നങ്ങളും. ഇവിടെ ഇതൊന്നും ഈ സ്റ്റാലിൻ്റെ ഭരണത്തിനുണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ജനങ്ങൾ ഈ ഒന്നുമല്ലാത്തവന് ഈ പെട്ടെന്ന് കയറി വന്ന ഒരാളെ ജയിപ്പിച്ചു. എന്ത് കണ്ടിട്ടാണെന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇനി ഈ തമിഴ്നാട് എങ്ങനെ പോകുമെന്ന് കണ്ടറിയണം. തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് അത്ഭുതത്തോടെ ജനങ്ങൾ നോക്കുകയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നു, രാജ്യം നോക്കുന്നു. BJP അല്ലെങ്കിൽ പിന്നെ BJPനെ ജയിപ്പിക്കാനായിരിക്കും. BJP വലിയൊരു പാർട്ടിയാണല്ലോ, അതുപോലും ഇല്ല അവിടെ. കോൺഗ്രസ് അവിടെ ശക്തിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാം എന്ന് വിചാരിക്കാം. വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി തമിഴ്നാട് എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഡൗണായി പോവും. കാരണം സ്റ്റാലിൻ്റെ ഭരണത്തിൽ പല പല കാര്യങ്ങളും അവരുടെ ഒരു എക്കോണമി തന്നെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരായിരുന്നു അവർ. പക്ഷേ ഇനി അത് തകർന്നു പോകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.